ആനയെ കാണാനുള്ള നിൽപ്പാണ് കേട്ടോ രണ്ടുപേരും. വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ മീനപ്പൂരം നടക്കുകയാണ്. അപ്പോൾ ഘോഷയാത്രയുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സമ്മർ വെക്കേഷന് വീട്ടിൽ വരുന്ന സമയത്താണ് കേട്ടോ ഈ പൂരം നടക്കുക. അപ്പോൾ സാധാരണ ഞങ്ങൾ ഈ ഘോഷയാത്ര കാണാൻ സ്ഥിരം വരാറുള്ളതാണ്, അതായത് എല്ലാ കൊല്ലവും വരാറുള്ളതാണ്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ വെയിലത്ത് നിന്നു കേട്ടോ, കാരണം ഘോഷയാത്ര വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്ത് വരില്ലല്ലോ, അല്ലെങ്കിൽ നല്ല ചൂടല്ലേ, നടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ചെണ്ടകൊട്ടും കാവടിയും ആനയും എല്ലാം കണ്ടു. തെയ്യോയ്ക്കും തങ്കിക്കും ആനേനെ കാണാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അവിടെ തൃശ്ശൂരാണേലും പൂരത്തിൻ്റെ സമയത്ത് ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് ഞങ്ങൾ ആനയ്ക്ക് പട്ട കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പോകാറുള്ളതാണ് കേട്ടോ. അതിവിടെ കുറേ ആന ഉണ്ടാവും, ഇവിടെ ആകെ 3 ആന ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഉള്ളത് സന്തോഷം. അങ്ങനെ ആനേനെ കണ്ടു, പിന്നെ അമ്പലത്തിലേക്ക് വന്നു. ഈ പോയ ഘോഷയാത്രയെല്ലാം, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഘോഷയാത്രയെല്ലാം വളഞ്ഞ് ചുറ്റി അമ്പലത്തിലേക്ക് എത്തും കേട്ടോ. അപ്പം അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അങ്ങനെ അതും കണ്ടു. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച്. അവൻ നടന്ന് നടന്ന് തെയ്യം നേരത്തിന് മടുത്തുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പം പറമ്പിൽ കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ചൂടും ഉണ്ടാവില്ല, പറമ്പ് കണ്ട് പോകാമല്ലോ. ഇവരൊക്കെ അങ്ങനെ നടന്നിട്ട് ശീലമൊന്നുമില്ല കേട്ടോ. എന്നാലും പതിയെ പതിയെ എടുത്താണെങ്കിലും ഞങ്ങൾ ഒരു തരത്തിൽ പറമ്പിൽ കൂടെ നടന്ന് വീട്ടിലെത്തി കേട്ടോ.